ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. അവരുടെ ഫാമിലി ഫംഗ്ഷൻ നടക്കുന്ന കാരണത്താൽ അന്ന് ലീവായിരുന്നു. ബോറടി മാറ്റാനായി ലാസ്റ്റ് പീരീഡ് കട്ട് ചെയ്ത് ഞാനും കുറച്ച് ഫ്രണ്ട്സും കോളേജിലെ ഫ്രണ്ടിലെ തണൽ മരത്തിന് ചുവട്ടിലിരിക്കുമ്പോഴാണ് നസ്രിയും ഞങ്ങൾക്കരികിലേക്ക് വരുന്നത്. കുറച്ചു നേരം വെറുതെ സംസാരിച്ച് ഞങ്ങൾ അങ്ങനെ മിണ്ടിയും പറഞ്ഞിരിക്കുന്നുണ്ട് ഫ്രണ്ട്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടായി മാറിപ്പോയി. തനിച്ചായിരുന്നെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചെന്ന് തോന്നുന്നു. സംസാരത്തിന്റെ ഇടയിലാണ് അവളുടെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വന്നത്. നജീബ് കാക്ക് പ്രണയമുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. എന്തേ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ഞാനും അത്ര കാര്യമായി എടുത്തില്ല, ചിരിച്ചു കളി. പക്ഷെ അവളുടെ കണ്ണുകൾക്ക് എന്നോടെന്തോ പറയാനുള്ള പോലെ വെറുതെയെങ്കിലും തോന്നിയിരുന്നു. കണ്ണെടുക്കാതെയുള്ള അവളുടെ നോട്ടം കണ്ട് ഞാൻ ചോദ്യ രൂപേണ പുരികമുയർത്തി. അത് പിന്നെ പറയാൻ മടിച്ചുകൊണ്ട് ആദ്യം അവളൊന്ന് പരിങ്ങി. എന്താടീ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളുടെ പെരുമാറ്റം കണ്ട് എനിക്ക് സംശയമായി. ഞാൻ നജീബ് ഖാനെ +1 മുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. എൻ്റെ മനസ്സിൽ ഇക്കയോട്. ബാക്കി പറയാതെ അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ഞെട്ടി കണ്ണു തള്ളി. ഒന്നാമതേ വായിൽ കൈവച്ച് കൊടുത്താൽ പോലും കടിക്കാത്തൊരു പാവം പെണ്ണ്. അവൾക്ക് എന്നോട് പ്രണയം തോന്നിയിരിക്കുന്നു. പോരാത്തിന് എൻ്റെ തൊട്ടരികിൽ വന്നിരുന്ന ആ ഇഷ്ടം എന്നോട് തുറന്നു പറയുകയും ചെയ്തു. നസ്രീൻ, എനിക്ക് അവളേക്കാൾ കൂടുതൽ വെപ്രാളം എനിക്കാണെന്ന് തോന്നി. കുഴപ്പമില്ല, നിങ്ങൾ വറീഡാവണ്ട. 2 വർഷമായി മനസ്സിൽ സൂക്ഷിച്ചു വെച്ച എൻ്റെ ഇഷ്ടം നിങ്ങളെന്ന് അറിയിക്കണം തോന്നി. അറിയിച്ചു, അത്രയേ ഉള്ളൂ. പറയാതെ ഇങ്ങനെ മൂടി വെച്ചിട്ട് നെഞ്ചിലെന്തൊരു ഭാരമായിരുന്നു. ഞാൻ അപ്പോഴും എന്ത് പറയണമെന്നറിയാതെ അവളെ തന്നെ ഉറ്റുനോക്കിയായിരുന്നു. മറുപടിയൊന്നുമില്ല. കാരണം ഒരിക്കൽ പോലും ഞാൻ അവളെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തന്നെ. ദിവസങ്ങൾ ഓരോന്നും കടന്നുപോയി. അന്നത് പറഞ്ഞു എന്നല്ലാതെ പിന്നീട് അവളുടെ ഭാഗത്തുനിന്ന് അതേക്കുറിച്ചൊരു സംസാരം ഉണ്ടായില്ല. കാണുമ്പോൾ തെളിയുന്ന ചിരി മാത്രം അവശേഷിച്ചു. പഠനം കഴിഞ്ഞോടെ 2 വഴിക്കായി പിരിഞ്ഞു. എന്റെ മനസ്സിൽ നിന്നും അവളെന്ന് പറഞ്ഞ വാക്കുകളടക്കം എല്ലാം പാടെ മാഞ്ഞു. ഓർമ്മകളിൽ പോലും നസ്രി എന്നൊരാളില്ലാത്ത കാലം. അപ്പോഴാണ് ഞാൻ അന്ന് ആദ്യമായി ഒരു പെരുമഴയത്ത് നിന്നെയും ആദ്യം കാണുന്നത്. ആ കാഴ്ചയിൽ തന്നെ അവളുടെ മുഖം എൻ്റെ കൽബിൽ പതിഞ്ഞതാ. അത് പക്ഷേ വെറും ഒരു നേരം പോക്കിനല്ലായിരുന്നു. ശരിക്കും ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൂട്ടാൻ വേണ്ടി തന്നെയായിരുന്നു. പക്ഷേ ഒരു നെടുവീർപ്പോടെ നജീബ് ആഷിയെ നോക്കി. ബാക്കി കേൾക്കാനായി അത്യധികം ആകാംക്ഷയോടെ കാതും കൂർപ്പിച്ച് നിൽക്കുകയാണ് അവൻ. പക്ഷേ നജീബ് തുടർന്ന് പറയുന്നില്ലെന്ന് കണ്ടതും ആഷി എടുത്തു ചോദിച്ചു. ഞാൻ കാണിച്ച ഒരു ചെറിയ തെറ്റ് കാരണം അവൾ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി. പറഞ്ഞപ്പോൾ നജീബിന്റെ മുഖം മങ്ങി. ആദ്യം കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് നസ്രിയുടെ മെസ്സേജുകൾ എന്നെ തേടി വരുന്നത്. എന്നോട് സംസാരിക്കാൻ വേണ്ടി എവിടുന്നോ എൻ്റെ മൊബൈൽ നമ്പർ തരപ്പെടുത്തിയായിരുന്നു അവള്. ഒരു പരിചയം പുതുക്കൽ, അത്രേ വിചാരിച്ചുള്ളൂ. അവളുടെ പെരുമാറ്റവും ആ രീതിയിലായിരുന്നു. പോകെ പോകെ സദാസമയം ഓൺലൈൻ കണ്ട അവളുടെ സംസാരവും നീണ്ടു. അതത്രയും അന്നോളം അവിടെ മനസ്സിലൊളിപ്പിച്ച എന്നോടുള്ള പ്രണയം പറയാതെ പറയുകയായിരുന്നു. എന്നിട്ട് ആഷി കണ്ണുകൾ വൃത്തി അവനെ തന്നെ മിഴിച്ചു നോക്കി. എന്നിട്ട് നജീബിന് ബാക്കി പറയാൻ അല്പം മടി തോന്നി. പറഞ്ഞിച്ചക്ക, എന്നിട്ട് എന്തുണ്ടായി? എപ്പോഴോ തോന്നിയൊരു പൊട്ടബുദ്ധിയിൽ അവളോട് ഞാൻ പ്രണയം നടിച്ച് സംസാരിച്ചു. എനിക്ക് ടൈം പാസ്സായിരുന്നെങ്കിൽ അവളത് സീരിയസ് ആയിട്ട് എടുത്തു. 1, 2 അല്ല, ഞാൻ ആദ്യം പ്രണയിച്ച അത്രയും കാലം തന്നെ ആ കോണ്ടാക്ട് നീണ്ടുപോയി. ഒരു ദിവസം ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഉപ്പ ചോദിക്കുന്നത്, നീ ആ പെണ്ണുമായിട്ട് ഇഷ്ടത്തിലാണല്ലേ? കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിയെങ്കിലും എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ആദിയുടെ മുഖമായിരുന്നു. അവളുടെ കാര്യം ഉപ്പ എങ്ങനെ അറിഞ്ഞു എന്നാണ് ചിന്ത പോയത്. ഇവനോ? ഏത് പെണ്ണിനോടാ? നിങ്ങളോട് ആരെയാ പറഞ്ഞ്? അവളുടെ ഉപ്പ കളത്തിൽ തൊടിയിൽ അലി ഇബ്രാഹിം ഹാജി ഇന്ന് എന്നെ അന്വേഷിച്ചു വന്നിരുന്നു. അയാളാ പറഞ്ഞ് മക്കള് തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന്. ഉമ്മയുടെ ചോദ്യത്തിന് ഉപ്പ കൊടുത്ത മറുപടി കേട്ട് എന്റെ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി. കുട്ടിക്ക് വിവാഹാലോചനകൾ വരാൻ തുടങ്ങിയപ്പോ ഇവനുമായിട്ട് ഇഷ്ടത്തിലാണെന്നും കെട്ടുന്നുണ്ട് ഇവനെ മാത്രമേ കെട്ടുന്നു പറഞ്ഞത്രേ. അങ്ങനെ അയാൾ എന്നെ കാണാമെന്ന്. ഞെട്ടൽ മാറുന്നതിന് മുന്നേ ബാക്കിയുടെ ഉപ്പ തന്നെ പറഞ്ഞിരുന്നു. എല്ലാം കേട്ട് എന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം പ്രതീക്ഷിച്ച് നോക്കുന്നുണ്ട് ഉമ്മ. അതൊന്നും മൈൻഡാക്കാതെ വായിൽ അവശേഷിച്ച ഭക്ഷണം എങ്ങനെയൊക്കെയോ തൊണ്ടയിൽ കൂടി ഇറക്കി ഗ്ലാസ്സിലെ വെള്ളം വലിച്ചു കുടിച്ച് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോയി. എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. അത്രയും വലിയൊരു ഷോക്കായിരുന്നു ഉപ്പയിൽ നിന്നും കേട്ട വാർത്ത. അതിനൊപ്പം തന്നെ എവിടുന്നൊക്കെയോ ദേഷ്യം നുരഞ്ഞു പൊന്തി വന്ന് നസ്രിയോട് പെട്ടെന്ന് ഫോൺ എടുത്ത് അവൾക്ക് ഡയൽ ചെയ്തു. നീ എന്താടി ഉപ്പയോട് പറഞ്ഞ്? മറുതലക്കൽ കോളറ്റിനായിരുന്നു ഞാൻ ചാടിക്കറി ചോദിച്ചു. എന്തേ, വല്ല പ്രശ്നം ഉണ്ടായോ? അവളുടെ ചോദ്യത്തിൽ നിരാശ കളർന്നിരുന്നു. അതും കൂടി ആയതോടെ ഞാൻ എന്താ ചെയ്യേണ്ടെന്നായി. അവളെ കുറ്റപ്പെടുത്തിയിട്ടോ അവളോട് ദേഷ്യപ്പെട്ടിട്ടോ കാര്യമില്ല. കാരണം എല്ലാം തുടങ്ങി വെച്ച ഞാനാണല്ലോ. അപ്പോൾ നല്ല രീതിയിൽ അതിനൊരു പരിഹാരവും ഞാൻ തന്നെ കാണണം. കണ്ണുകൾ പതിയെ അടച്ചൊന്നും ശ്വാസം വലിച്ചു വിട്ടു. നസ്രി, എനിക്ക് നിന്നോട് സംസാരിക്കണം. ഒന്ന് നേരിൽ കാണാൻ പറ്റുമോ? പിന്നെന്താ, ഞാൻ വരാം. എപ്പോഴാ? ഇപ്പൊ തന്നെ. ഇപ്പോഴോ? ബുദ്ധിമുട്ടുണ്ടാവും? ഇല്ല, ഞാൻ വരാം. എവിടെയാ? വരേണ്ട സ്ഥലം ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു.
ആദ്യയെക്കുറിച്ച് എല്ലാം അവളോട് തുറന്നു പറയാനും ഇത്രയും കാലം അവളിട്ട് വട്ടുകളിപ്പിച്ചതിന് ആ കാൽ പിടിച്ച് മാപ്പ് പറയാനും തീരുമാനിച്ചുകൊണ്ട് ഞാനും വീട്ടിൽ നിന്നിറങ്ങി. പറഞ്ഞ സ്ഥലത്ത് തന്നെ നസ്രി എനിക്കായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ബൈക്ക് ഒതുക്കി വെച്ച് ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. എന്നെ കണ്ടത് അവളുടെ മുഖം ഒന്നുകൂടി വിടർന്നു വന്ന് ഞാൻ ശ്രദ്ധിച്ചു. എനിക്കെന്തോ വല്ലാത്ത കുറ്റബോധം തോന്നി. കാരണം സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവളുടെ പ്രതീക്ഷ മറ്റെന്തൊക്കെയായിരുന്നു. ഇല്ലാത്ത സ്നേഹം നടിച്ച് പാവത്തിന് ഇത്രയും നാൾ പറ്റിച്ചാളോ എന്നോർത്ത് എൻ്റെ ഉള്ളം വല്ലാതെ നീറി. കുറെ സമയം കാത്തിരിക്കുന്നു. ഏയ് ദാ വന്നേ ഉള്ളൂ, എന്തിനെ കാണണമെന്ന് പറഞ്ഞ് അവളുടെ ചോദ്യം കേട്ട് എങ്ങനെ തുടങ്ങണമെന്നറിയാതെ മടിച്ചിരുന്നു ഞാൻ. എന്തേ നജീബ്ക്ക? പ്രതീക്ഷയോട് അവൾ ചോദിക്കുമ്പോൾ കുറ്റബോധം കൊണ്ട് എൻ്റെ കണ്ണു നിറയുകയായിരുന്നു. അതുകണ്ട് അവളൊന്നും വല്ലാതായി. ആ മുഖത്തെ പ്രകാശം വാങ്ങി. നജീബ്ക്ക? അവളുടെ ആർദ്രമായ വിളിയിൽ ഞാൻ മുഖമുയർത്തി നോക്കി. എന്തുപറ്റി? ആകെ വല്ലാതെ. എനിക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അവളുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് ഞാൻ വീണ്ടും കണ്ണു നിറച്ചു. ആ മുഖത്തേക്ക് തന്നെ കുറച്ച് സമയം നോക്കി നിന്നു. നമ്മുടെ ബന്ധത്തിന് താല്പര്യമില്ലെന്ന് ഉപ്പ പറഞ്ഞോ? അവളുടെ കണ്ണിലെ വേദന എനിക്ക് കാണാമായിരുന്നു. പറയിക്ക, എന്തുണ്ടായി? അത് നസ്രി, ഉപ്പയല്ല. പിന്നെ? നേരിൽ കണ്ട് നിന്നോട് മാപ്പി വയ്ക്കാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നു. അവൾ എന്നെ പകച്ചു നോക്കി. മാപ്പോ? എന്തിന്? അത് ഇല്ലാത്ത പ്രണയം നടിച്ച് ഇത്രയും കാലം നിന്നെ പറ്റിച്ചേരും. എന്താ? ഞെട്ടിലോടെ ചോദിക്കുമ്പോൾ ഇറ്റി വീഴാൻ പാകത്തിന് കണ്ണുനീർ തുള്ളികൾ അവളുടെ കണ്ണിൽ തുളുമ്പി വന്നിരുന്നു. എന്നെ പറ്റിക്കാൻ ഒരു തമാശ പറയുന്നല്ലേ? തൊണ്ടയിടറിയ കാരണം അവളുടെ ശബ്ദം ശരിക്കും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഞാനല്ലെന്ന് തലയനക്കി. പിന്നെ? എനിക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണ്. ഞാനവൾ 3 വർഷത്തിലായി പ്രണയത്തിലാണ്. ഒരിക്കലും പിരിയാൻ പറ്റാത്ത വിധം അടുത്തുപോയി. എനിക്ക് മാപ്പ് തരണം. വെറുതെ ഒരു ടൈം പാസിനെ ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചും സംസാരിച്ചൊക്കെ. അത് കാര്യമായിട്ടെടുത്ത് നീ വീട്ടിൽ അവതരിപ്പിക്കുന്നോ ഇതിങ്ങനെയൊക്കെ ആയിത്തീരുന്നോ ഒരിക്കലും ഞാൻ ചിന്തിച്ചില്ല. ഉപ്പ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇല്ലാതായി പോയി. ഇതെങ്ങാനും എൻ്റെ ആദ്യം അറിഞ്ഞ അവളോട് ഞാൻ എന്ത് സമാധാനം പറയും? ചതിച്ചാണെന്ന് കരുതില്ല അവള്. നസ്രി പ്ലീസ്, കാൽ പിടിച്ച് അപേക്ഷിക്കുക. എന്നോട് ദയവ് കാണിക്കണം. എന്തെങ്കിലും കാരണം പറഞ്ഞ് നീ തന്നെ ഇതിൽ നിന്ന് പിന്മാറണം. എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. നിറമിഴികളോടെ അവളെ നോക്കി ഞാൻ അപേക്ഷിക്കുമ്പോൾ നിർവികാരതയോടെ അവൾ എന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആ സമയത്തിനുള്ളിൽ ഞാനും ആദ്യം ഇഷ്ടത്തിലായത് മുതലുള്ള എല്ലാ കഥകളും വിശദീകരിച്ചു പറഞ്ഞു ഞാൻ അവളോട്. എല്ലാം കേട്ട് അവളങ്ങനെ തറഞ്ഞു എന്നല്ലാതെ ഒരു വാക്കുപോലും മറുപടിയായി വന്നില്ല. അപ്പോഴത്തെ അവളുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇതിൽ നിന്നും പിന്മാറില്ലെന്ന് ചോദിച്ചപ്പോൾ മാറിക്കോളാമെന്ന അർത്ഥത്തിലൊന്നും തലയനക്കി. ഒരക്ഷരം പോലും ശബ്ദിക്കാതെ എന്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ച് അവളുടെ കൈയിനെ പിൻവലിച്ച് വന്ന വഴിയെ തിരിച്ചണന്നു. ആ പോക്ക് നോക്കി ഞാനങ്ങനെ നിന്നപ്പോൾ ഉള്ളിലെവിടെയോ ചെറിയൊരു ആശ്വാസം തോന്നാതിരുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു. പിന്നെ അവളുടെ മെസ്സേജോ വിളിയൊന്നും എന്നെ തേടി എത്തിയില്ല. അതൊരു തരത്തിൽ എനിക്ക് സമാധാനം ഉണ്ടാക്കി. ഞാൻ അങ്ങോട്ട് പോയി ഒന്നും ചോദിക്കാൻ മെനക്കെട്ടില്ല. എല്ലാം തുറന്നു പറഞ്ഞു. അവളെ ഒഴിവാക്കിയപ്പോൾ മനസ്സിന്റെ ഭാരം അല്പം കുറഞ്ഞ പോലെ. പക്ഷേ ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല എന്റെ വാക്കുകൾ കേട്ടൊരുവൾ അവിടെ മരണത്തോട് മല്ലിടുകയാണെന്ന്. എല്ലാം പറഞ്ഞു തീർത്ത് ഞാനിവിടെ സുഖമായിരിക്കുമ്പോൾ അവൾ അവിടെ ജീവശവമായി കിടക്കുകയാണെന്ന്. ഉപ്പയുടെ ഒറ്റവിളിയിൽ വീടുന്ന ആ പ്രകമ്പനം കൊണ്ടു. അത് കേട്ടപ്പോൾ തന്നെ സ്ത്രീ ഞാൻ സംസാരിച്ച മുഴുവൻ ഉപ്പ അറിഞ്ഞെന്ന് ഞാൻ ഊഹിച്ചു. മെല്ലെ താഴേക്ക് ഇറങ്ങിച്ചെന്നു. ഡൈനിങ്ങിൽ നിന്നും വിറച്ചുള്ളുന്ന ഉപ്പയെ കണ്ട് ഞാൻ ചെറുതായൊന്ന് പേടിച്ചു. ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഉപ്പ വിളിച്ചുകൊണ്ട് ഞാൻ അരികിലേക്ക് ചെന്നു. അപ്രതീക്ഷിതമായി ഉപ്പയുടെ കരം വന്നെന്റെ ഇടത് ചെവിയിൽ ആഞ്ഞു പതിച്ചു. ഉപ്പ! കവിളിലേക്ക് കൈ ചേർത്ത് വെച്ച് പതിയെ മൊഴിഞ്ഞുകൊണ്ട് ഞാൻ തലയുയർത്തി നോക്കി. മോനെ കൊന്നു തള്ളുന്നില്ല ഞാൻ, നേറിയില്ലാത്തോണെ. അരിശമൂത്ത ഉപ്പ വീണ്ടും തല്ലാനായി എന്റെ കവിളി നേരെ കൈ ഉയർത്തിയെന്നും ഉമ്മ ഓടി വന്ന് തടഞ്ഞു. എന്താ ഇത്? നിങ്ങൾ തമ്മിൽ പ്രശ്നം തുടങ്ങിയോ? ഇങ്ങനെ തല്ലിക്കൊല്ലാൻ മാത്രം എന്ത് കുറ്റവും ചെയ്ത്? അത് പറഞ്ഞിട്ട് മതി ബാക്കി. ഉമ്മ ഞങ്ങൾക്ക് നടുവിലേക്ക് കയറി നിന്നു. എന്താ ചെയ്തെന്ന് ഓനോട് തന്നെ ചോദിക്ക്. ഇവനൊക്കെ ഒരു മനുഷ്യനാണോ? വൃത്തിയോട്ടോൻ. അവനോടല്ല, നിങ്ങളോട്. നിങ്ങളല്ലേ ഇവിടെ കിടന്ന് ഒച്ചയെടുക്കുന്നത്? അപ്പൊ നിങ്ങൾ തന്നെ പറ, എന്നിട്ട് തീരുമാനിക്കാം ആ കുറ്റക്കാരാണോ അല്ലേ എന്നൊക്കെ. ഈ നിൽക്കണ എന്റെ പുന്നാര മോനുണ്ടല്ലോ, ഓന ഇബ്രാജിയുടെ മോളോട് ശരിക്കും ഇഷ്ടായിരുന്നില്ലാന്ന് വെറുതെ സമയം പോക്കാൻ വേണ്ടി ഓൾക്ക് മെസ്സേജ് അയച്ചാണെന്ന്. അവന് ഇഷ്ടം ശരിക്കും വേറൊരു പെണ്ണിനോടാണത്രേ. അതും പോരായിട്ട് 3 വർഷത്തോളം സംസാരിച്ച് അതിനെ വെറുതെ ഒരു പാവയാക്കി. ആർക്കാ സഹിക്കുക? അത്രയും സ്നേഹിച്ച് ഉള്ളിക്കൊണ്ട് നടന്ന ഒരാളുടെ നാവുകൊണ്ട് പെട്ടെന്ന് ഒരു സൈന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണേന്ന് പറയുമ്പോ ആർക്കാ ക്ഷമിക്കാൻ കഴിയാ? ഓൾക്കും പറ്റിയില്ല. മനസ്സും അടുത്തു പോയിട്ടായിരിക്കും ഞാൻ മൂർച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച് അത്യാസന്ന നിലയിലും മെഡിക്കൽ കോളേജിലായിപ്പോ. ഉപ്പ പറഞ്ഞ വാക്കുകൾ ഓരോന്നും കൂരമ്പുകൾ പോലെ എന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറി. നസ്രി ആത്മഹത്യക്ക്? അതും ഞാൻ കാരണം? കണ്ണിലിരിട്ട് കയറുന്ന പോലെ തോന്നിയിട്ട് പെട്ടെന്ന് ഞാൻ അടുത്തുള്ള സെറ്റിയിലേക്ക് ഇരുന്ന് മുഖം പൊത്തി പിടിച്ചു. ഒരു ഭാഗത്ത് ആദി, ഒരു ഭാഗത്ത് നസ്രി. എന്ത് ചെയ്യും? ആരെ സ്വീകരിക്കും? ആരെ ഒഴിവാക്കും? രണ്ടുപേരും ഞാൻ എന്ന വ്യക്തിയിൽ അടിമപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു.
ഒന്നിന്റെ പേരിൽ ആദ്യം ഒഴിവാക്കാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. പക്ഷേ നസ്രിയുടെ അപ്പോഴത്തെ അവസ്ഥ കാരണം ഞാനാണല്ലോ. എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിപ്പോയി. ഞാൻ പറയുന്നവരെ ഈ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി പോരുത്. അനെ കൈ കിട്ടി അടിച്ചൊല്ലാൻ കാത്തിക്കോണ്ട് വീട്ടുകാര് ഡോക്ടറുടെ കാല് പിടിച്ചിട്ടാ കേസാക്കാതെ വിട്ടത്. ഇപ്പൊ തോന്നുക അത് വേണ്ടിയിരുന്നില്ലാന്ന്. ഈയൊക്കെ ജയിലിൽ കിടന്ന് ജീവൻ തീർക്കുന്നല്ലേ. ഉപ്പയുടെ ശകാരം കേട്ടിട്ടും മറുത്തൊന്നും പറയാൻ ഞാൻ തലയും കുപ്പിട്ടിരുന്നു. കണ്ണുകൾ എന്തിനോ വേണ്ടി ഒഴുകുന്നുണ്ടായിരുന്നു. എങ്ങോട്ടാ? ഉപ്പക്ക് പിന്നാലെ ചെന്ന് ഉമ്മ അന്വേഷിച്ചു. ആശുപത്രിയിലേക്ക്. ആ കുട്ടിയുടെ അവസ്ഥ എന്തായെന്ന് അറിയണ്ടേ? എന്നോടുള്ള ദേഷ്യത്തിന്റെ ബാക്കിയായി ശബ്ദമുയർത്തിക്കൊണ്ടാണ് ഉമ്മാക്കുപ്പ മറുപടി കൊടുത്ത്. അതും പറഞ്ഞ് വണ്ടിയെടുത്ത് വേഗത്തിൽ റോഡിലേക്ക് ഇറങ്ങിയ ഉമ്മ തിരികെ അകത്തേക്ക് എത്തുമ്പോഴേക്കും ഞാൻ ഓടി മുകളിലുള്ള എന്റെ മുറിയിലേക്ക് കയറിയിരുന്നു. വാതിലും അടച്ചിട്ട് മണിക്കൂറുകളോളം ഒരേ ഇരിപ്പ് തുറന്നു. എത്ര ആലോചിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് മാത്രം യാതൊരു പിടിയും കിട്ടിയില്ല. അപ്പോഴേക്കും നൂറുകണക്കിന് കോളുകളാണ് എന്നെ തേടി വന്നത്. വിദേശത്തുള്ള ഇക്കമാര്, അവരുടെ ഭാര്യമാര്, എന്റെ പെങ്ങളും ഹസ്ബൻഡും എല്ലാവരും മാറി മാറി വിളിക്കുന്നുണ്ട്. ആദ്യം വിളിച്ച് ഒരുപാട് തവണ. ആരോടും സംസാരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലാത്തതിനാൽ ഒരു കോൾ പോലും അറ്റൻഡ് ചെയ്തില്ല. കുറച്ച് ബിസിയാണെന്ന് ആദ്യം മാത്രം ഒരു മെസ്സേജ് അയച്ചു. ആൾ വിഷമിക്കേണ്ടെന്ന് കരുതി. നജീബേ! വീട് മുഴുവൻ പ്രകമ്പനം കൊള്ളിക്കുന്ന തരത്തിലായിരുന്നു ആ വിളി. സമ്മത്തിനൊന്നും നിന്നില്ല. മലർക്കെ തുറന്നിട്ട വാതിലും കടന്നവൻ ഡൈനിങ്ങിലേക്ക് കയറി ചുറ്റും കണ്ണോടിച്ചു. ആരെയും കാണാനായിട്ട് ഒന്നുകൂടി ശബ്ദമുയർത്തി വിളിക്കാൻ ഒരുങ്ങുമ്പോഴാണ് നജീബിന്റെ ഉമ്മയുപ്പയും അവിടെ കടന്നു വരുന്നത്. അവനവിടെ നജീബ് ചോദിക്കുമ്പോൾ ഫെബിക്ക് അടിമുടി പറഞ്ഞു കയറുന്നുണ്ടായിരുന്നു. എന്താ കാര്യം? അവനെ കുറിച്ച് ചിലത് കേട്ടു. സത്യാണെന്നറിയണം. അവന്റെ വായി തന്നെ. എവിടവൻ? ദേഷ്യം മറച്ചു വെക്കാതെ വരിഞ്ഞു മുറുക്കുന്ന മുഖവുമായി ഫെബി ചോദിച്ചു. ഉമ്മയുപ്പയും പരസ്പരം നോക്കി. ഓന്റെ മുറി കാണും. പറഞ്ഞു തീരുന്നതിന് മുന്നേ സ്റ്റെയർ കയറി തുടങ്ങിയിരുന്നു ഫെബി. തട്ടിമുട്ടിയും സമയം കളയാതെ അടഞ്ഞിടക്കുന്ന വാതിൽ നോക്കി പിടിച്ചേളി അവനകത്തേക്ക് കയറി. ആ ശബ്ദം കേട്ട് നജീബ് കണ്ണുകൾ വെട്ടി തുറന്ന് മുന്നിലേക്ക് നോക്കി. ഞാൻ കേട്ടത് ശരിയാണോ? നസ്രി അവളെ ആത്മഹത്യക്ക് ശ്രമിച്ചതിന്റെ കാരണക്കാരൻ നീയാണോ നജീബേ? അത്രക്കും വലിയ നാറിയ പണി ചെയ്തോളാ നീ? അവന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കഴിയാതെ എന്റെ തല വീണ്ടും താണുപോയി. അതുകൂടി കണ്ടതോടെ ഫെബി നിന്നേൽപ്പിൽ ആളിക്കത്തി. ചേറ്റേ, എന്താ കാണിച്ചെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? ചീറിക്കൊണ്ടവൻ എന്റെ നേർക്ക് കുതിച്ചു. കോളറിൽ കുത്തിപ്പിടിച്ച് ഇരുന്നിടന്ന് വലിച്ചെഴുന്നേൽപ്പിച്ചു. ദേഷ്യം മാറാതെ കവളിൽ ആഞ്ഞടിച്ചു. അവന്റെ പുറകിലായി മുകളിലേക്ക് കയറി വന്ന ഉപ്പയും ഉമ്മയും കാണുന്നത് ആ കാഴ്ചയാണ്. തടയാനെന്നോണം ഉപ്പ ഓടി വന്ന് ഞങ്ങളുടെ നടുവിലേക്ക് കയറി. വേണ്ട, ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു അംഗം വേണ്ട. ഫെബിയെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് ഉപ്പ പറഞ്ഞു. ഇത്രയും വലിയൊരു നീചനായിരുന്നോളാ നീ? ആ നിന്നെയാണല്ലോ ഇത്രയും കാലം ഞാൻ ആത്മാർത്ഥ സുഹൃത്തായി കണ്ട് നെഞ്ചിലേറ്റ് നടന്ന് കേട്ടപ്പോ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ വന്ന് ചോദിക്കുമ്പോ അന്തസ്സോടെ ഞാനത് ചെയ്തില്ലെന്ന് നീ പറയുന്ന ഈ നിമിഷം വരെ ഞാൻ കരുതിയിരുന്നു. പക്ഷേ എന്റെ സകല പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് നീ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. നീ ചെയ്തു വെച്ച പ്രവൃത്തിയുടെ ദോഷം കാരണം എനിക്കും കൂടെ പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. നിന്റെ സുഹൃത്താണെന്ന് ഒറ്റ കാരണം കൊണ്ട് ഞാനും അറിഞ്ഞോണ്ടാ നീ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയെന്നാ ആളുകൾ പറയുന്നു. അപമാനിക്കപ്പെടുകയാണിപ്പോ. അവൻ പറഞ്ഞു നിർത്തുമ്പോൾ ദേഷ്യത്തെക്കാൾ കൂടുതൽ വേദനയായിരുന്നു ആ കണ്ണുകളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്തല്ലോ എന്നുള്ള വേദന. ആ വേദനയിൽ നിന്നുണ്ടായ ദേഷ്യത്തിലാണ് അവൻ എന്നെ അടിച്ചു പോലും. ഫെബി പ്ലീസ്, നീയും കൂടെ എന്നെ ഇങ്ങനെ തള്ളി പറയലേടാ. ഞാനാകെ തകർന്നിരിക്കുക. ഞാൻ കാരണം അവള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലടാ. കരഞ്ഞുകൊണ്ട് ഞാൻ അവന്റെ മുമ്പിൽ കൈകൂപ്പിയിരുന്നു. എന്നെ മൈൻഡാക്കാതെ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തുനിഞ്ഞത് ഉപ്പ തടഞ്ഞു. അവൻ ചെയ്ത തെറ്റിന് ചെറിയ രീതിയിലെങ്കിലും ഒരു പരിഹാരം കണ്ടിട്ടാ ഞാൻ വരുന്നത്. ഉപ്പ എന്താ പറഞ്ഞു വരുന്നെന്നറിയാൻ ഞാനും ഫെബി ഒരുപോലെ കാതോർത്തു. നസ്രി ഇപ്പൊ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. മുഴുവനും ഭേദമായി വീട്ടിലെത്തിയ ആ കുട്ടിയുടെ റെസ്റ്റിന്റെ സമയം കഴിഞ്ഞാൽ അവളുടെ നിക്കാഹ് ഇവനായിട്ട് നടത്തിക്കോളാൻ ഞാൻ അവളുടെ കുടുംബത്തിനും ഉപ്പാക്കും വാക്കുകൊടുത്തിട്ടാ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിപ്പോന്ന്. ഉപ്പ നേർത്തു പോയിരുന്ന എന്റെ ശബ്ദം. ഉപ്പയെ വിളിക്കണം. നീ ചെയ്തതിട്ട് ഇതൊരു പരിഹാരമാവില്ല ഒരിക്കലും. എന്നാലും ഇത്രയെങ്കിലും ചെയ്തിരിക്കണം. ഫെബിയും ഉപ്പയുടെ പക്ഷം ചേർന്ന് സംസാരിച്ചു. എനിക്ക് എന്നെ തന്നെ നഷ്ടമാവുന്ന പോലെ തോന്നി. നീ എന്താടാ ഈ പറയുന്നത്? അപ്പൊ ആദ്യം നിനക്കറിയുന്നല്ലേ എല്ലാം? തുടക്കം മുതലേ ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ? എന്നിട്ട് നീ ഇപ്പൊ ഉപ്പാന്റെ സൈഡിൽ നിന്ന് എന്നെ ഒറ്റപ്പെടുത്തുകയാണോ? ആദി അവളുടെ കാര്യമൊന്നും നീ ഒട്ടും വിഷമിക്കണ്ട. കാരണം നിന്നെ പോലെ നീജന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയല്ലേ ശരിക്കും അവള്. അല്ലെങ്കിൽ ഇപ്പൊ ചതിക്കപ്പെട്ട നസ്രി മാത്രമല്ലല്ലോ, അവളെക്കാളും കൂടുതൽ ആദിയല്ലേ. നിന്നെ വിശ്വസിച്ച് നിന്നെ മാത്രം മനസ്സിൽ കൊണ്ടുവന്നിട്ട് എന്താ നീ അവളോട് ചെയ്ത്? ഇതറിയുന്ന നിമിഷം ലോകത്ത് മറ്റൊന്നിനേക്കാളും കൂടുതൽ അവൾ നിന്നെ വെറുക്കും. നിന്റെ മുഖത്ത് പോലും നോക്കാൻ പിന്നെ അവൾ ഇഷ്ടപ്പെടില്ല. അവൻ പറഞ്ഞു കേട്ട് ഞാൻ വീണ്ടും തളർച്ചയോടെ ബെഡിലേക്ക് ഇരുന്നു. എന്റെ ഉള്ളിൽ വീണ്ടും പെരുമ്പറൊട്ടി തുടങ്ങി. എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ കുഴഞ്ഞു. ഉപ്പ കല്യാണത്തിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. നിങ്ങളുടെ കൂടെ എല്ലാത്തിനും മുമ്പെന്തെങ്കിലും ഞാനുണ്ടാവും. ഇവനൊരു പെണ്ണിന്റെ കഴുത്തിൽ മഹർ കിട്ടുന്നുണ്ടെങ്കിൽ അത് നസ്രിയുടെ ആയിരിക്കും. എന്നെ നോക്കിക്കൊണ്ട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞ് ഫെബി പുറത്തേക്ക് കടന്നു. പുറകിലായി ഉമ്മയും ഉപ്പയും. ഞാൻ മരിച്ചു ജീവിച്ച ദിവസങ്ങളായിരുന്നു പിന്നീട്. ആദ്യം വിളിക്കുമ്പോൾ സംസാരിച്ചൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അപ്പോഴേക്കും എങ്ങനെയെങ്കിലും കല്യാണം മുടങ്ങിപ്പോകുന്നുള്ള പ്രതീക്ഷയായിരുന്നു എനിക്ക്.
അതിനിടയിൽ നസ്രി ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തിയെങ്കിലും ഒരു തവണ പോലും ഞാൻ അവളെയോ അവൾ എന്നെയോ വിളിച്ചില്ല, സംസാരിച്ചോ ഇല്ല, ഒരു മെസ്സേജ് പോലും അയച്ചില്ല, ഒരിക്കൽ പോലും കാണാൻ ശ്രമിച്ചില്ല. പക്ഷേ കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇരു വീടുകളിലും മുറ പോലെ നടന്നുകൊണ്ടിരുന്നു. പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും മുൻപന്തിൽ ഫെബി ഉണ്ടായിരുന്നാലും ഞാനും ആദ്യം തമ്മിലുള്ള ബന്ധം അപ്പോഴും അവസാനിച്ചില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് ഒന്നുകൂടി കൂടുകയാണ് ചെയ്തു. ആ ഇടക്കാണ് അവസാനമായിട്ട് അന്ന് ഞാൻ അവളെ കാണാൻ വരുന്നത്, അവളോട് യാത്ര പറയാൻ. അതോടുകൂടി അവളില്ലാതെ എനിക്കൊരിക്കലും പറ്റില്ലെന്ന് മനസ്സിലാവുകയായിരുന്നു. അന്ന് രാത്രി വിളിച്ചപ്പോൾ കൂടെ ഇറങ്ങി വരുമെന്ന് ഞാൻ ചോദിച്ചെങ്കിലും അവളെ നിഷേധിച്ചു. നിങ്ങളെയൊന്നും വഞ്ചിച്ചും ചീത്തപ്പേരുണ്ടാക്കി വെച്ചും അവൾക്കൊരു സന്തോഷം വേണമെന്ന് പറഞ്ഞു. പിന്നെ പിന്മാറുകയില്ലാതെ എനിക്ക് മറ്റു വഴികളിലായിരുന്നു. അങ്ങനെ മനസ്സിലാമനസ്സോടെ നസ്രിയെ തന്നെ നിക്കായി ഞാൻ തീരുമാനിച്ചു. നിറഞ്ഞു വന്ന കണ്ണുകളിൽ തുടച്ചുകൊണ്ട് നജീബ് ആഷിയെ നോക്കി. എല്ലാം കേട്ട് ഒരു തരിപ്പോടെ ഊഞ്ഞാലിലേക്ക് ഇരുന്നിരുന്നവൻ. എങ്കിലും മനസ്സറിഞ്ഞ് റബ്ബിനെ സ്തുതിച്ചു പോയി. നജീബ് വിളിച്ചപ്പോൾ ഇറങ്ങിപ്പോവാനുള്ള ബുദ്ധി ആദിക്ക് തോന്നിപ്പിക്കാത്തതിന്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഈ കഥകളൊക്കെ അറിയുമ്പോൾ എന്തായിരിക്കും അവരുടെ അവസ്ഥ? അവർക്കിടയിൽ വിള്ളൽ വീഴും, സംശയങ്ങളാവും, അതോടെ ജീവിതം നിറമങ്ങും. ഓർത്തപ്പോൾ തന്നെ ആഷിക്ക് നെഞ്ചിലൊരു ഭാരം തോന്നി. ഒന്ന് ശ്വാസം വലിച്ചിട്ട് നജീബിനെ നോക്കി. നജീബ് വീണ്ടും പറഞ്ഞു തുടങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.